ഇന്ന് നമ്മൾ കസ്റ്റാർഡ് പൗഡർ ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. പുഡിംഗ് എന്ന് വേണമെങ്കിൽ പറയാം, നല്ലൊരു ഡെസേർട്ടാണ്. ശരിക്കും വളരെ എളുപ്പമാണ്, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങുമ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്കുള്ള കസ്റ്റാർഡാണ് റെഡിയാക്കേണ്ടത്. അപ്പോൾ അതിനായിട്ടൊരു 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. കസ്റ്റാർഡ് പൗഡർ കാര്യങ്ങളെല്ലാം മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഗ്യാസ് ഓൺ ചെയ്യുന്നത്. അപ്പോൾ ഏത് പാത്രത്തിലാണോ റെഡിയാക്കുന്നതെന്നുണ്ടെങ്കിൽ ആ പാത്രത്തിലേക്ക് കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്കൊരു 1/2 ലിറ്റർ പാലാണ് മൊത്തത്തിൽ ചേർക്കുന്നത്. അതിൽ നിന്നും കുറച്ച് പാല് ആദ്യം ഒഴിച്ചിട്ട് ഈ പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കൂടുതൽ കട്ട കെട്ടാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം കുറച്ച് പാല് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ കട്ടയൊന്നുമില്ലാതെ കസ്റ്റാർഡ് പൗഡർ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടൊരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ വാനില എസൻസിൻ്റെ ഫ്ലേവർ ഇല്ല. അപ്പോൾ നിങ്ങൾ വാനില ഫ്ലേവറുള്ള കസ്റ്റാർഡ് പൗഡർ ആണെങ്കിൽ ഈ ഒരു എസൻസിൻ്റെ ആവശ്യം ഇല്ല, അത് ഒഴിവാക്കാവുന്നതാണ്. മധുരത്തിന് ആവശ്യമായിട്ട് ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർക്കുന്നുണ്ട്. കയ്യിലുണ്ടെങ്കിൽ എടുക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര മാത്രം എടുത്താലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഈ ഒരു അളവിൽ മധുരം കറക്റ്റ് തന്നെയായിരിക്കും. കാരണം നമ്മൾ ബിസ്ക്കറ്റിനൊക്കെ ഇതിലേക്ക് ചേർക്കുന്നത് ബിസ്ക്കറ്റാണല്ലോ, അപ്പോൾ അതിലൊരു ഇത്തിരി മധുരത്തിൻ്റെ അംശം ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. പഞ്ചസാരയൊക്കെ അത്യാവശ്യം അലിഞ്ഞ് വന്നതിന് ശേഷം ബാക്കിയുള്ള പാലൂടെ ഇതിലേക്ക് ചേർത്തിട്ട് വേണം മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഗ്യാസ് ഓൺ ചെയ്യുന്നത്. ഗ്യാസിൽ ചെയ്യുന്ന സമയത്ത് ചെറിയ തീയിലിട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യം തന്നെ ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ട പിടിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട്, കറക്റ്റ് കുക്കായി കിട്ടില്ല. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് ഒരു 5 മുതൽ 7 മിനിറ്റ് വരെയൊക്കെ ചെറിയ തീയിലിടുകയാണെങ്കിൽ കറക്റ്റ് പരുവായി കിട്ടിക്കോളും. പിന്നെ ഇളക്കി കൊടുക്കേണ്ട കാര്യം മറക്കും ചെയ്യരുത്. ഇപ്പോൾ കസ്റ്റാർഡിൻ്റെ മിക്സ് അത്യാവശ്യം ഈ ഒരു രീതിയിൽ കുറുകി വരുന്നുണ്ട്. ഈ സമയത്തൊക്കെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. ഒരു 1-2 മിനിറ്റ് കൂടെ അങ്ങ് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള ആ ഒരു കറക്റ്റ് പാകത്തിലായി വന്നിട്ടുണ്ട് കസ്റ്റാർഡ് മിക്സ്. ഇനി ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇത് തണുക്കാനായിട്ട് വെക്കണം. ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ഒരു 1-2 മിനിറ്റ് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം, കാരണം അടിക്ക് പിടിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടാവും. ചൂടാറിയതിന് ശേഷം ഇതിന് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. തണുത്തതിന് ശേഷമാണ് നമ്മളത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഒരു 1-2 മണിക്കൂർ സമയമുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ബിസ്ക്കറ്റാണ് വേണ്ടത്. ഞാനിവിടെ 2 കളറിൽ 2 ടേസ്റ്റിലുള്ള ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഒന്ന് ഓറിയോ ബിസ്ക്കറ്റാണ്. ഓറിയോ ബിസ്ക്കറ്റ് കിട്ടുകയാണെങ്കിൽ അത് എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. 2 ലെയറായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ടിഫാനിയുടെ കുറച്ച് ബിസ്ക്കറ്റും എടുത്തിട്ടുണ്ട്. ഇനി ഗുഡ് ഡേ ഒക്കെ പോലത്തെ ബിസ്ക്കറ്റ് വെച്ച് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ഓറിയോ ബിസ്ക്കറ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാനുള്ളതാണ്. ആദ്യം ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ക്രീം ഒന്ന് മാറ്റിക്കളയണം. അത് കഴിഞ്ഞിട്ട് വേണം ഇത് മിക്സിയിലിട്ടിട്ട് ഒന്നങ്ങ് ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. 2 ബിസ്ക്കറ്റും മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുക്കുന്ന സമയത്ത് ഒന്നിച്ചിട്ട് പൊടിക്കണ്ട, 2 സെപ്പറേറ്റ് തന്നെ പൊടിച്ചാൽ മതി. പിന്നെ ഒരുപാട് ഫൈനായിട്ട് പൊടിയണമെന്നില്ല. ഇടയ്ക്ക് ബിസ്ക്കറ്റ് ഇത്തിരി കടിക്കാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഒന്നങ്ങ് ക്രഷ് ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ 2 ഫ്ലേവറിലുള്ള ബിസ്ക്കറ്റിൻ്റെ പൗഡർ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് ചെറി ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കാഷ്യൂ നട്ട്സ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തതും കൂടെ ചേർക്കുന്നുണ്ട്. കാഷ്യൂവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എണ്ണയിൽ വറുത്തെടുത്തതൊന്നുമല്ല, വെറുതെ ഒരു പാൻ ചൂടാക്കിയിട്ട് ഒന്നങ്ങ് ചൂടാക്കി എടുത്തതാണ്. ചൂടാക്കി എടുക്കാനും കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. ഈ കാഷ്യൂ ഒന്ന് പൊടിച്ചതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. അണ്ടിപ്പരിപ്പ് പൊടിക്കുക എന്ന് പറയുമ്പം ഒരുപാട് ഫൈനായിട്ട് പൊടിയേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഇടയ്ക്ക് കടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ആദ്യം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കസ്റ്റാർഡിൻ്റെ മിക്സ് ഇതുപോലെയായി വന്നിട്ടുണ്ട്. നന്നായിട്ട് തണുത്ത് നന്നായി കുറുകി ഈ ഒരു രീതിയിലായി വന്നിട്ടുണ്ട്. ഇതുപോലെയാണ് നമുക്ക് വേണ്ടത്. ഒന്നങ്ങ് മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇത് നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് അല്ലെങ്കിൽ ഒരു പുഡിംഗ് ബൗളിലേക്കൊക്കെ സെറ്റ് ചെയ്യാം. എങ്ങനെയാണ് നിങ്ങൾക്ക് സെർവ് ചെയ്യാൻ ഇഷ്ടം അതുപോലെ ഏത് പാത്രത്തിലേക്ക് വേണമെങ്കിലും സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം ഒരു ഗ്ലാസ്സിലേക്കാണ് ചെയ്യുന്നത്. ഗ്ലാസിൻ്റെ ആദ്യ ലെയറായിട്ട് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ബിസ്ക്കറ്റിൻ്റെ ഒരു 1-2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് ഒരു ഇത്തിരി ചെറീസ് വെച്ച് കൊടുക്കാം. ഈ ചെറിയുടെ അളവ് പ്രത്യേകിച്ച് പറയാനില്ല, നമുക്ക് എത്രത്തോളം കഴിക്കാൻ ഇഷ്ടം അതിനനുസരിച്ച് വെച്ചാൽ മതി കേട്ടോ. ഇതിൻ്റെ മുകളിലായിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡ് കൂട്ട് ഒരു 1-2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. കസ്റ്റാർഡ് മിക്സ് എല്ലാ സ്ഥലത്തേക്കും ഒരുപോലെ എത്തുന്ന രീതിയിൽ ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്നങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം.
ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ആ ക്രീം ബിസ്ക്കറ്റിൽ നിന്ന് ഓറിയോ ബിസ്ക്കറ്റിൽ നിന്ന് കുറച്ച് ക്രീം മാറ്റി വെച്ചിരുന്നല്ലോ, അത് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ ചേർത്ത് കൊടുക്കാം, കാരണം വെറുതെ കളയണ്ടല്ലോ. അതിൻ്റെ മുകളിലേക്കായിട്ട് പൊടിച്ച് വെച്ചിട്ടുള്ള ഓറിയോ ബിസ്ക്കറ്റ് ഒരു 1-2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. സ്പൂൺ വെച്ചിട്ട് ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കണം. ഒരു 1-2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് കൂട്ടുകൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ലാസ്റ്റ് ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള കുറച്ച് കാഷ്യൂ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ചെറിയും. ഇതിൻ്റെ മുകളിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഇതൊരു നിർബന്ധമില്ല, കയ്യിലുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഏത് ചോക്ലേറ്റ് വേണമെങ്കിലും നമുക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ടുള്ളത് അത് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഡയറി മിൽക്കിൻ്റെ ചോക്ലേറ്റ് ഒരു ചെറിയ പീസ് ഗ്രേറ്ററിൽ വെച്ച് റെഡിയാക്കിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു കസ്റ്റാർഡ് മിക്സ് സെറ്റ് ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പുഡിംഗ് ബൗളിലേക്ക് കൂടി സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ കസ്റ്റാർഡ് മിക്സ് നമ്മൾ റെഡിയാക്കി ഫ്രിഡ്ജിൽ വെക്കുകയെന്നുണ്ടെങ്കിൽ ഗസ്റ്റൊക്കെ ഉള്ള സമയത്ത് കഴിക്കുന്ന സമയത്ത് സെർവ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ബിസ്ക്കറ്റ് പൗഡറും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ആ കസ്റ്റാർഡിന് നല്ലൊരു തണുപ്പുണ്ടായാൽ മതി. അപ്പോൾ മൊത്തത്തിൽ കഴിക്കുന്ന സമയത്ത് നല്ലൊരു തണുപ്പുണ്ടാവും. ഇത് നമ്മൾ ഗ്ലാസ്സിൽ ആദ്യം സെറ്റ് ചെയ്ത പോലെ തന്നെയാണ് ബിസ്ക്കറ്റ്, അതിൻ്റെ മുകളിൽ കസ്റ്റാർഡ് കൂട്ട്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മുകളിലായിട്ട് സെറ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കാം. ലാസ്റ്റിന് ഇതിൻ്റെ മുകളിൽ ഒരു ഇത്തിരി ഭംഗിക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഓറിയോ ബിസ്ക്കറ്റ് പൊടിച്ച് വെച്ച പൊടി ഉണ്ടെങ്കിൽ ഒരു ഇത്തിരി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഭംഗി കൂടുതലുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് ഇതുപോലെ തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. കാരണം കസ്റ്റാർഡ് നമ്മൾ നന്നായിട്ട് തണുപ്പിച്ചിട്ടാണല്ലോ എടുത്തിട്ടുള്ളത്. പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്നുകൂടെ സെറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ ചെയ്യാം, പക്ഷെ അതിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. ഇപ്പോൾ തന്നെ ഇത് കഴിക്കാം. കഴിക്കുന്ന സമയത്ത് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ കഴിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് അടിഭാഗത്ത് നിന്ന് നിങ്ങൾ കോരി എടുത്താൽ എല്ലാ മിക്സും കൂടെ നമുക്ക് ഒന്നിച്ച് സ്പൂണിലേക്ക് കിട്ടും. ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കസ്റ്റാർഡ് മിക്സ് തന്നെയാണ് കേട്ടോ ഇത്. ആ ബിസ്ക്കറ്റും കസ്റ്റാർഡിൻ്റെ കൂട്ടുകൂടെ വരുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ്. ഇനിയിപ്പോൾ കാഷ്യൂ അല്ലെങ്കിൽ ചോക്ലേറ്റ്, ചെറി ഒന്നും ഇല്ലെങ്കിലും ബിസ്ക്കറ്റ് പൊടിച്ചതും കസ്റ്റാർഡ് മിക്സും ഉണ്ടെങ്കിൽ തന്നെ നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്